അതില്ലേ, ഇന്ന് ഞങ്ങൾ രണ്ടുപേരും വീട്ടിലുള്ള ഒരു ദിവസം കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് ഒത്തിരി പരിപാടികളുണ്ട്. എന്തായാലും ഞങ്ങൾ എണീറ്റപ്പോൾ ലേറ്റ് ആയിപ്പോയി. ഇപ്പൊ ദേ ഇവിടെ 10:15 അപ്പം ഞങ്ങൾ ജസ്റ്റ് എണീറ്റുള്ളൂ. എണീറ്റപ്പോ ഞങ്ങൾ ഒരു കട്ടനും കുടിച്ച് ഇന്ന് ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം ഒരു കുറച്ച് എനർജി വേണമല്ലോ. അപ്പൊ എന്തെങ്കിലും കഴിച്ചിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങള് അത്ര ഹെൽത്തി ഒന്നും അല്ല, എന്തോ ഒരു സാധനം, സ്വീറ്റ് പൊറോട്ട, നാട്ടിലെ സ്വീറ്റ് പൊറോട്ട ഇല്ല അതുപോലൊരു സാധനം അല്ലേ. ഇവനതിന് സ്വീറ്റ് പൊറോട്ട എന്ന് പറയാണ്. ഇതിന്റെ പേര് എനിക്ക് കറക്റ്റ് അറിയത്തില്ല, എന്തോ ഒരു സാധനം നിങ്ങൾ ഇടയ്ക്ക് സ്വീറ്റ് മേടിക്കും. പൊറോട്ട എന്നാണ്. ഞാൻ അങ്ങനെയല്ല പറയാനൊന്നും പറയാറില്ല, മറ്റേ റൗണ്ടുള്ള സാധനം ഞാൻ പറയാറ്. നീ പറയുന്നത് നീ സ്റ്റാൻഡേർഡ് നോക്കുന്ന. ഓക്കെ, എനിവേ ആ സാധനം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല, ഇവിടെ മേടിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പൊ അത് കഴിക്കാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് അത്യാവശ്യം ബിസി ഡേ ആണ്. കാരണം ബാങ്കിൽ പോകാനുണ്ട്, മാർക്കറ്റിൽ പോകാനുണ്ട്, പിന്നെ പിന്നെന്താണ് നമുക്ക് മാളില് പർച്ചേസ് ചെയ്യാൻ പോണം. പിന്നെ ഈ വീക്കിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അങ്ങനെ 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 കുറേ കാര്യങ്ങളുള്ള ദിവസം, ഒരു ബിസി ഡേ ആണ്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. കേട്ടോ ഞാൻ പറഞ്ഞ സാധനം സ്വീറ്റ് പൊറോട്ട പോലത്തെ സാധനം, പിന്നെ കട്ടച്ചായ. അപ്പൊ ഞങ്ങൾ ഫൈനലി മാർക്കറ്റിൽ പോകാൻ റെഡി ആയിട്ടോ. കുറച്ച് നേരം വൈകി ഞങ്ങൾ. പിന്നെ ഇതിപ്പോ ഇവിടെ 11 മണിയായി. ഞങ്ങൾ കുറേ നേരം ചായ കുടിച്ച് വർത്തമാനം പറഞ്ഞിട്ടിരുന്നു. അതിനിടയ്ക്ക് ഒരു വഴക്കുണ്ടാക്കി. എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഒത്തിരി ലാഗായി. അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ റിംഗ് ലൈറ്റ് വാങ്ങിച്ചായിരുന്നേ. അപ്പൊ അതാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആ സ്റ്റാൻഡിന്റെ അവിടുന്ന് മേളിലേക്കുള്ള ഭാഗത്ത് ഇങ്ങനെ ഇങ്ങനെ ആടി കളിക്കുക. എന്താ പറ്റിയെന്ന് അറിയത്തില്ല. അത് നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പം ഞങ്ങളിപ്പം മാർക്കറ്റിൽ പോകുന്ന ആ സ്ഥലത്തിന് അടുത്ത് തന്നെ ആയിട്ടാണ് ഈ ഷോപ്പ്. അപ്പം നമ്മൾ ഓർത്ത് വന്നാൽ പിന്നെ അതങ്ങ് ചേഞ്ച് ചെയ്ത് മേടിക്കാം എന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ ഉച്ചതൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് മാർക്കറ്റിൽ പോകാം. അങ്ങനെ നമ്മൾ ഈ കടയിൽ വന്നു കേട്ടോ. നമ്മൾ സ്റ്റാൻഡ് മേടിച്ചെടുത്തുനിന്ന് അപ്പോൾ അവർ നമുക്കിത് മാറ്റി തന്നു. ഇതിൻ്റെ ഇവിടെയായിരുന്നു പ്രശ്നം പോലും, ഈ സാധനം ലൂസായിരുന്നു. അപ്പോൾ നമുക്ക് മാറി പുള്ളി വേറെ ഒരെണ്ണം തന്നു. ഇത് കൊണ്ടുവരണ്ടായിരുന്നല്ലേ അപ്പം. അപ്പം എന്തായാലും അത് റെഡിയായി. ഇനി നമ്മൾ ഇവിടെ നേരെ മാർക്കറ്റിൽ പോവാം. അപ്പം അതിനിടയ്ക്ക് നമ്മുടെ വീട്ടിൽ ലൈറ്റ് ഉണ്ടായിരുന്നേ. ആ ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എന്ത് മാറണത്? സോൾഡർ ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം അതോടെ റെഡി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നേരെ മാർക്കറ്റിൽ പോയി. ഞങ്ങളാണെങ്കിലും ഉണ്ടല്ലോ മാർക്കറ്റിൽ വന്ന് സാധനങ്ങളൊക്കെ മേടിച്ചേ. സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഞങ്ങളിത് ഇപ്പൊ ഇറങ്ങിയപ്പോഴാണ് ഓർക്കുന്നത് വീഡിയോ എടുത്തിട്ടില്ലാന്ന്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് അധികം ഒന്നും മേടിക്കാനില്ല. ഞാൻ കുറച്ച് ഫ്ലവർ വാങ്ങിക്കണം, പിന്നെ ഫിഷ് വാങ്ങിക്കണം. ഇത്രയും മേടിക്കാനുള്ളൂ. ബാക്കി എല്ലാം തന്നെ നമ്മൾ വാങ്ങിച്ചു. അപ്പം ഇത് ഞാൻ വിചാരിച്ചത് എടുക്കണം എന്നാന്ന് അറിയത്തില്ല. ഞാൻ മേടിച്ച് പോയി, വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇപ്പം നമ്മൾ എന്തായാലും ഇവിടെ മാർക്കറ്റിലെത്തി. ഇപ്പം കുറച്ച് ഫ്ലവർ കൂടെ മേടിക്കാം. താങ്ക് യു. പൈസ ഉണ്ടല്ലേ? അതെവിടെയാ? Hey, can you give me a cover also, please? You red rose ആണ് ഈ പുതിയാണ് അങ്ങോട്ട്. റോസ് മേടിക്കട്ടെ? ഞാനല്ല നമ്മൾ സാധനം മേടിക്കാറ്. താങ്ക് യു. എല്ലാ ദിവസവും എനിക്കിത് വേണം. പക്ഷെ നിൽക്കത്തില്ല, അതുകൊണ്ടാണ് മേടിക്കാത്ത. അല്ലെന്നുണ്ടെങ്കിൽ മേടിച്ചു പെട്ടെന്ന് കിട്ടിയ. അങ്ങനെ ഞങ്ങള് ഫിഷ് വാങ്ങിച്ചു കേട്ടോ. ഫിഷ് മേടിക്കാൻ ചെന്നപ്പോൾ ഒരു സംഭവം ഉണ്ടായി. ഞാൻ ചുമ്മാ പുള്ളിയുടെ ചോദിച്ചു എപ്പോഴാണ് ഈ കുഞ്ഞു മീനുകൾ കിട്ടുക, അതായത് മത്തി, അയല, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എപ്പോഴും കിട്ടുക. അവിടെ എപ്പോഴും നമ്മൾ ട്യൂണ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ. ട്യൂണ, കിങ് ഫിഷ്, അതുപോലെ തന്നെ അങ്ങനെ അങ്ങനെ വലിയ വലിയ മീനുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പം ചുമ്മാ ചോദിച്ചു എപ്പോഴാണ് നിങ്ങൾക്ക് ചെറിയ മീൻ ഉണ്ടാവുമെന്ന് ചോദിച്ചേ. അപ്പോൾ അയാളെ ഒരു സാധനം കാണിച്ചിട്ട് ചാളയാണോ കൊഴുവയാണോ, കൊഴുവയുടെ വലിയ കൊഴുവ പോലത്തെ അങ്ങനത്തെ മീൻ എടുത്ത് കൊണ്ടു തന്നു. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ അന്നേരം തന്നെ ഇവിടുന്ന് മേടിച്ചു. ഞാൻ അവിടെ മാർക്കറ്റിൽ നിന്ന് കപ്പ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇന്ന് കപ്പയും മീൻകറി ഉണ്ടാക്കിയാലോ എന്ന് ഇങ്ങനെ വിചാരിക്കുക. അയ്യോ, എനിക്ക് ചെറിയ മീൻ കണ്ടപ്പോൾ ഉണ്ടല്ലോ സ്വർഗം കിട്ടിയ പോലെ ആയി. കാരണം ഇവിടെ വന്നിട്ട് ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ചാളയോ കൊഴുവോ അങ്ങനത്തെ ചാളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളിവിടെ ഇത് മേടിക്കാൻ വന്നു കേട്ടോ. നോൺ വെജ് മേടിക്കാൻ വേണ്ടി വന്നു. ഈ കോഴിക്കാല് വെച്ച് ഇവർ എന്താ ചെയ്യുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കി. ചൈനീസ് പീപ്പിളെ കഴിക്കാൻ ചെയ്യുന്നത്. ഹായ്, ഉണ്ട് വീട്ടിൽ നല്ല ക്യൂട്ട് ആയിട്ടില്ലേ?
എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോഴും മേടിക്കേണ്ടെന്ന് പറഞ്ഞു, പക്ഷെ എന്നാലും എനിക്കിത് കണ്ടിട്ട് ഇഷ്ടമായി. അപ്പോൾ നമുക്ക് ഇത് അയ്യോ ചത്തു കേട്ടോ. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഞങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇവന് ബാങ്കിൽ പോകാനുണ്ടായിരുന്നു, എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നത്. നാട്ടിലേക്ക് ക്യാഷ് അയക്കുമ്പോൾ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ സെക്യൂരിറ്റി കോഡ് ചോദിക്കുന്നവര്. അപ്പോൾ അത് ക്ലിയർ ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ മാർക്കറ്റിൽ പോയി സാധനം മേടിച്ചു. അത്യാവശ്യം സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കേട്ടോ. നമുക്ക് വേണ്ടിയിരുന്ന എല്ലാം തന്നെ മേടിക്കാൻ പറ്റി. ഇന്ന് ഞങ്ങൾക്ക് ചില സമയങ്ങളിലുണ്ടല്ലോ പ്രതീക്ഷിക്കേണ്ട എല്ലാം കിട്ടും. അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇന്ന്. നമുക്ക് ഇന്ന് പ്രതീക്ഷിക്കേണ്ട എല്ലാ സാധനങ്ങളും കിട്ടി. ഇല്ല, പിന്നെ ആസിക്കാർ കിട്ടിയില്ലല്ലോ. ഞാൻ വളരെ കാണും എൻ്റെ ആർസിക്കാർ. ഓക്കെ. പിന്നെ അല്ലാണ്ട് അങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് ഞാൻ ഇത് ഹീൽസ് നോക്കിപ്പോട്ട് കിട്ടി. എനിക്ക് 2 ഷോപ്പിൽ കയറി. എത്ര ഷോപ്പിൽ കയറിയിട്ട് ഹീൽസ് കണ്ടു? എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ലേ. എനിക്ക് ഒരു ആർസിക്കാർ പോലും ഞാൻ കണ്ടില്ല. എന്താ നീ കയറാഞ്ഞ? ഞാൻ പോയപ്പോൾ പോകണ്ടായിരുന്നോ അപ്പം നീയും? ഞാൻ നോക്കി കണ്ടില്ല, അവിടെ ഇല്ല ആർസിക്കാർ. ഓക്കെ. എനിക്ക് എന്തായാലും ഹീൽസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ എടുക്കാണ്ടിരുന്നത്. അപ്പോൾ പോണൊക്കെ ആകുമ്പോൾ ഇപ്പോൾ ഹീൽസ് എടുക്കണം. എനിക്ക് നാട്ടിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല എൻ്റെ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് മേടിക്കണം. പിന്നെ എന്തായിരുന്നു, നമ്മൾ സ്റ്റാൻഡ് മാറാണ്ടായിരുന്നു, അത് മാറി കിട്ടി. പിന്നെ ഇനിയിപ്പം പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി പണിയിലേക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇന്ന് എന്നാ ഉണ്ടാക്കാൻ പോണേ? എന്നാ ഉണ്ടാക്കണേ? എന്നാ ഉണ്ടാക്കണേ? എന്നാ വേണ്ടേ? ചിക്കൻ മപ്പ സ്റ്റൂ. അതല്ല ഇന്നലെ ഉണ്ടാക്കിയേ. ഇന്ന് നമ്മൾ കപ്പയും മീനും ഉണ്ടാക്കാൻ പോണേ. കപ്പ മേടിച്ചിട്ടുണ്ട്. ഇവിടെ കപ്പ അങ്ങനെ വെച്ചോണ്ടിരുന്നുണ്ടെങ്കിൽ ചീത്തയായി പോയി. എനിക്കറിയത്തില്ല എങ്ങനെ അത് സ്റ്റോർ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇന്നാൾ അങ്ങനെ വെച്ച് ഫ്രിഡ്ജിൽ കണ്ടൊക്കെ വെച്ചിട്ട് ചീത്തയായി പോയായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം എന്തായാലും അത് അധികം മേടിച്ചിട്ടില്ല. 1.5 കിലോയെ വാങ്ങിയിട്ടുള്ളൂ. അത് ഞങ്ങൾക്ക് 2 കഴിക്കാനുള്ള ധാരാളം ഉണ്ട്. അപ്പം കപ്പ വേവിക്കണം. അതുപോലെ തന്നെ മറ്റേ ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞി മീൻ കിട്ടീന്ന്, ആ മീൻ എന്താ വെക്കുക? മീൻ കറി വെക്കും. മീൻ അത് വറക്കാം അല്ലേ? അത് വറുത്തിട്ട് ചൂണ കറി വെക്കാം. കൊഴുവേ മാങ്ങയിട്ട് വെച്ച് അടിപൊളിയാണ്. എനിക്കറിയത്തില്ല അങ്ങനെ ഉണ്ടാക്കണമെന്ന്. കണ്ണൂർ ആ മീൻ കറി ഇല്ല. എക്സ്പെർട്ട്. ആകപ്പാടാ കാറ്റ് നോറ്റ് ഇച്ചിരി മീൻ കിട്ടിയത്. ഇനിയിപ്പോൾ നീ അത് നശിപ്പിച്ച് കളയാനുള്ള പ്ലാനാണോ? പറ്റില്ല. നമുക്ക് മീൻ വറക്കാം, കുഞ്ഞു മീൻ വറക്കാം. പിന്നെ ചൂണ നമുക്ക് എന്താ ചെയ്യുക? കറി വെക്കാം, മീൻ കറി വെക്കാം. അപ്പം ഇന്നത്തേക്കുള്ളതായി. ഇനി പിന്നെ ചിക്കൻ ഒക്കെ മേടിച്ച് നമുക്കത് കഴുകി വെക്കണം. കഴുകിയിട്ട് ഞാൻ സെപ്പറേറ്റ് ബോക്സിലാക്കി വെക്കും. അതാകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ടല്ലോ എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ബോക്സിന് എടുത്ത് അങ്ങ് ഡീഫ്രോസ്റ്റ് ചെയ്ത് കറി വെച്ചാൽ പോരെ. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ മേടിച്ചിട്ടുണ്ട്. 3 കിലോ 4 കിലോ എടുത്ത് കണ്ടെന്ന് തോന്നുന്നല്ലേ? 3-4 കിലോ എടുത്ത് ചിക്കൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കിനി കഴുകി ക്ലീൻ ആക്കി എടുത്ത് ഫ്രിഡ്ജിൽ കയറ്റണം. അതുപോലെ തന്നെ മീനും കുറച്ചധികം വാങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് 2-3 സെപ്പറേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ കയറ്റാനുണ്ട്. പിന്നെ ഞാൻ മല്ലിയിലൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെ കുറേ പണിയുണ്ട് ഇനിയിപ്പം. അതെല്ലാം ചെയ്ത് തീർക്കണം. പിന്നെ എന്താ പരിപാടി? വിശക്കുന്നുണ്ടോ? വിശക്കുന്നില്ലെന്നല്ലേ പറയണ്ട നീ? വിശക്കുണ്ട്. അപ്പം എന്തേലും അതിനിടയ്ക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാനുള്ള കാര്യങ്ങൾ കൂടെ നോക്കണം. ബ്രെഡ് ഉണ്ട്. ബ്രെഡ് വേണ്ട. ചോറുണ്ട്. ഫ്രിഡ്ജിൽ നല്ല കുത്തരി ചോറും ബീഫും ചിക്കനും ഇരിപ്പുണ്ട്. അപ്പം ബീഫുണ്ട് ഫ്രിഡ്ജിൽ. നീ വെച്ച ബീഫ്. അതെന്താ? അത് നിങ്ങൾ കേട്ടല്ലോ അല്ലേ? അത് വേണ്ടാന്ന്. ആരുണ്ടാക്കിയ ബീഫ് വേണ്ട അവന്. ഞാൻ ഉണ്ടാക്കിയത് പിന്നെ ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കറി വേണോ? ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കറി വേണോ? അപ്പൊ നിങ്ങക്ക് മനസ്സിലായല്ലോ അല്ലെ ആരുടെ കുക്കിംഗ് ആണ് നല്ലതെന്ന്. ഓക്കെ. ദിവസമായി വയറ് കട്ടിയായിട്ടിരിക്കുന്നു. ലൂസായിട്ട് പോകണമെങ്കിൽ നീ ഉണ്ടാക്കിയത് തന്നെ കഴിക്കണം. അപ്പൊ ഗൈസ് പിന്നെ കാണാം. കുറച്ച് പണിയുണ്ട് എനിക്ക്. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞ് പിന്നെ ഇരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് നാട്ടിലേക്ക് ക്യാഷ് അയക്കണമായിരുന്നേ. ഇത് ഇവിടുന്ന് ഇപ്പോൾ അയച്ചാൽ നേരം 3 ദിവസം എടുക്കും ക്യാഷ് നാട്ടിലെത്താൻ വേണ്ടിയിട്ട്. അപ്പം ഇപ്പോൾ ഇപ്പം തന്നെ അങ്ങ് അയക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ക്യാഷൊക്കെ നാട്ടിലേക്ക് അയച്ചു. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ എല്ലാം ഇങ്ങനെ കയറ്റി വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഞാൻ ചിക്കനും ഫിഷും കൊണ്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം ഈ ചിക്കനും ഫിഷിൻ്റെ പണി തീർന്നു കഴിയുമ്പോൾ ഒന്നൊതുങ്ങി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമുക്ക് ഇത് വന്നിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാതൊക്കെ. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാനിപ്പം ഇതാണല്ലോ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇരുന്ന് കണ്ടെങ്കിൽ ശരിയാകത്തില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം ഇത് ചെയ്യാൻ പോവാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വന്നിട്ട് ഇത് അടക്കാം. വെജിറ്റബിൾസ് അടുക്കി വെക്കാം. ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോവാം കേട്ടോ. ഇപ്പം ഏകദേശം 2 മണി ആയിട്ടുണ്ട് ടൈം. അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് കഴിക്കാൻ. തൈരുണ്ട്, പിന്നെ ബീട്രൂട്ട് അച്ചാർ, ഇച്ചിരി ബീഫുണ്ട്, അതുപോലെ തന്നെ ചിക്കൻ സ്റ്റൂ, പിന്നെന്താ ഇത് ഉണക്കമീൻ വറുത്തത്, പിന്നെ കുറച്ച് പപ്പടമുണ്ട്. കഴിഞ്ഞ ദിവസം പുട്ടുണ്ടാക്കിയപ്പോൾ അതിനോട് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാ. അപ്പം കിച്ചുസാട്ര ഞാനും കൂടെ ഒരു ചെറിയ മൂവിയൊക്കെ കണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. എൻ്റെ സ്നേഹിതയായ ഭർത്താവിനോട് ഞാൻ പറഞ്ഞത് ഉറങ്ങണ്ട. ഉറങ്ങിയിട്ടുണ്ട്. ദിവസം മുഴുവൻ പോകുന്നു. എന്നാലും അവന് 5 മിനിറ്റ് ഉറങ്ങണം.
ഞങ്ങൾ 3 മണിയായപ്പോൾ 5 മിനിറ്റ് ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടന്നതാണ്. ഇപ്പം സമയം ഫോണോടെ ഇപ്പം സമയം എത്രയാണെന്ന് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. കാണിച്ച്. ഇപ്പം സമയം 6:27 ഞങ്ങളുടെ ഒരു ദിവസം. ചുമ്മാ ഞങ്ങൾ കിടന്ന് ഉറങ്ങിയാൽ പിന്നെ കണക്ക്. അതുകൊണ്ട് ഇപ്പം എനിക്ക് ഉറങ്ങാണിപ്പോൾ ഒരു ബോധവും ഇല്ല, പൊക്കണവും ഇല്ല. ഓ ഞാനാണ് എനിക്ക് ഇടയ്ക്ക് കോള് വന്നത്, ഞാനത് കണ്ടതാ. പക്ഷെ ഞാൻ ഉറക്കത്തിൻ്റെ ആ കാഠിന്യത്തിൽ അത് സൈലന്റ് ആക്കിയിട്ട് പിന്നെയും കിടന്നുറങ്ങി. ഇപ്പം ഉറങ്ങാനാണെങ്കിൽ തലവേദനയൊക്കെ എടുക്കുന്നു. ഒത്തിരി ഉറങ്ങി, 3 മണിക്കൂർ കൂടുതൽ ഉറങ്ങി. അതാ ഞാൻ പറഞ്ഞ ഉറങ്ങണ്ടാന്ന്. അത്ര ഇറങ്ങിയോളൂ. ഇനിയിപ്പോൾ രാത്രി ഉറങ്ങാൻ വരത്തില്ല. ഞങ്ങൾ കപ്പയും മീൻകറി ഉണ്ടാക്കിയില്ല. എപ്പോൾ കപ്പയും മീൻകറി ഉണ്ടാക്കി വെച്ചു. സാധനങ്ങൾ മേടിക്കാൻ നാളെ പോയാലാ കപ്പയും മീൻകറി ഉണ്ടാക്കാൻ. അപ്പൊ ഞങ്ങൾ എന്തായാലും സാധനം മേടിക്കാൻ പോകണ്ടെന്ന് വിചാരിച്ചു. ഇപ്പം കപ്പയും മീൻകറിയൊക്കെ വെച്ച് ഇച്ചിരി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചു ഇരിക്കാന്ന് വിചാരിച്ചു. ഇതോടെ ഇതിപ്പോ ഉറക്കമൊക്കെ ഒത്തിരി ലേറ്റ് ആയിട്ട് ഉറങ്ങാൻ പറ്റുള്ളൂ. കാരണം ഇത്രയും നേരം കിടന്ന് ഉറങ്ങിയിട്ട് ഇനിയിപ്പോൾ ഇതിന് ഉറങ്ങണേ സുഖം വരുന്നില്ല. എനിക്കിങ്ങനെ നമുക്ക് ഈ കുറെ നേരം കിടന്ന് ഉറങ്ങിയിട്ട് ഇങ്ങനെ എണീറ്റ് കഴിയുമ്പോഴേ ഈ ഒന്നും മനസ്സിലാവാത്തൊരവസ്ഥ വരത്തില്ല. ഇത് ഞാൻ ഏത് ലോകത്താ, എൻ്റെ കിളിക്കുളി പോയൊരു സാധനം വരത്തില്ലേ. എനിക്കിപ്പോൾ ആ ഒരു അവസ്ഥയാണ്. കുറഞ്ഞ ഉറങ്ങി കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ വേണ്ടി ഇരിക്കാൻ തോന്നുന്നു, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. ഞാൻ കുറച്ച് മാങ്ങ മേടിച്ചായിരുന്നു മാർക്കറ്റിൽ പോയപ്പോൾ. പിന്നെ മറ്റേ വെജിറ്റബിൾസ് ഒക്കെ മേടിച്ചതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാറുണ്ട് ഫ്രിഡ്ജിൽ. അതുപോലെ മാങ്ങ അച്ചാറിടാനുണ്ട്. അങ്ങനെ കുറേ പണിയുണ്ട്. ഇപ്പം മടിയനായ ഭർത്താവ് പറയുകയും ചെയ്ത് ഇനിയിപ്പോൾ വേണ്ട, പുറത്തൊന്നും പോകണ്ട, നമുക്ക് ഇതൊക്കെ ചെയ്തിട്ട് വിറ്റിക്കാം, നാളെ പോകാന്നൊക്കെ പറയണം. അപ്പം എന്തായാലും അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു. എനിക്കൊരു മൂടില്ല. നമ്മുടെ മീൻകറി അടുപ്പ് കയറി കേട്ടോ, കിച്ചുവിൻ്റെ മീൻകറി കേട്ടോ. എന്നിട്ട് അങ്ങ് കിണ്ടിൽ വെള്ളം ഉണ്ടല്ലോ ഒഴുകിട്ട് വറ്റിച്ചെടുക്കുമായിരിക്കും. അതുപോലെ തന്നെ കപ്പയും വെച്ചു. അപ്പം ഇത് രണ്ടാവുന്ന നേരം കൊണ്ട് അങ്ങനെ കുറച്ച് മാങ്ങ അരിഞ്ഞു. മാങ്ങ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പഴുത്തെന്ന് വിചാരിച്ചിട്ട് മുറിച്ചതായിരുന്നേ. പക്ഷെ മുറിച്ച് കറി വന്നപ്പോഴത്തേക്ക് അത് പഴുത്തിട്ടില്ല, ഇങ്ങനെ ചെനച്ച കണക്കാണ്. ഞാൻ കുറച്ച് ഉപ്പും മുളക് പൊടിയും കൂടെ ഇട്ടു. കൊള്ളാം. ചൂട് വിളിക്കും. ഇന്ന് മാർക്കറ്റിൽ പോയപ്പോൾ ഞാൻ കുറച്ച് മാങ്ങ വാങ്ങിച്ചായിരുന്നു കേട്ടോ. അതിപ്പോൾ ഇപ്പം അരിഞ്ഞു അച്ചാറിടാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മാങ്ങയുണ്ട്. ഇത് 2 മാങ്ങ ഞാൻ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണം ഇങ്ങനെ മാങ്ങ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാങ്ങക്കറി വെക്കാനൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഫ്രീസർ വെച്ചാൽ മതിയല്ലോ. അപ്പം അതിനകത്ത് എടുത്ത് കുറച്ച് മാങ്ങക്കറിയൊക്കെ വെക്കാം. എപ്പോഴും കിട്ടത്തില്ല, നമുക്ക് ഭയങ്കര റയറായിട്ടേ മാങ്ങ കിട്ടാറുള്ളൂ. അപ്പം മാങ്ങ കിട്ടുന്ന സമയങ്ങളിൽ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടപ്പോൾ ഒക്കെ എടുത്ത് യൂസ് ചെയ്യാമല്ലോ. അപ്പം ഞാൻ ഒത്തിരി വെളുത്തുള്ളി എടുത്ത് കണ്ടു, ഒത്തിരി വെളുത്തുള്ളി പരിചിട്ടുണ്ട്. കാരണം ഇത്രയും തന്നെ ഇതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതലേ മാങ്ങയുള്ളൂ. എനിക്കിഷ്ടമാണ് വെളുത്തുള്ളി. അച്ചാറുകളിലെ വെളുത്തുള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനും ഒത്തിരി വെളുത്തുള്ളി ഇടും. ഈ വെളുത്തുള്ളി അച്ചാറിടുന്ന പോലെ ഇരിക്കും അപ്പോൾ ലാസ്റ്റ് കഴിയുമ്പോഴത്തേക്ക്. അപ്പം എനിക്ക് മാങ്ങ അരിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പം പോയി കുളിക്കാൻ പോവാം. കിച്ചു ഓൾറെഡി കുളിക്കാൻ പോകുന്ന സമയം 9 മണിയാകുമ്പോൾ പോവാം. കിച്ചു കുളിച്ച് വരുമ്പം ഞാനും കുളിക്കും. എന്നിട്ട് നമുക്ക് ഇനിയിപ്പം ഫുഡ് കഴിക്കണം. നമ്മുടെ കപ്പയും മീൻകറി ആയിട്ടുണ്ട്. മീൻ വറുക്കുകയും കൂടെ ചെയ്തു കേട്ടോ. അപ്പം നമ്മുടെ ഫുഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പം ഇത് ഞാൻ സൈഡിൽ വെച്ച് കുളിച്ച് വന്നിട്ട് നമുക്ക് കഴിക്കാം. അതിനിടയ്ക്ക് ഞങ്ങൾ വീട്ടിലൊക്കെ വിളിച്ചു. അങ്ങനെ 2 പേര് കുളിച്ച് വന്നു കേട്ടോ. ഇനി നമ്മൾ കഴിക്കാൻ പോവാണ്. എനിക്കാണെങ്കിൽ കൊതി വന്ന് കഴിക്കാൻ. നമുക്ക് നല്ല അടിപൊളി കപ്പയുണ്ട്, മീൻകറി. ഇത് ഞാൻ പോലെ ചാള കിട്ടിയെന്ന്, ചാളയല്ല, എന്തോ ഒരു മീൻ, കൊഴുവ പോലത്തെ ഒരു മീൻ. പക്ഷെ കൊഴുവല്ല, ഒരു മീൻ. അത് പിന്നെ 2 ഉണക്കമീനുണ്ട്. ഞാൻ അവിടെ തൈര് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇൻ കേസ് എനിക്ക് ഭയങ്കര എരിവായിട്ടുണ്ടെങ്കിൽ കിച്ചൺ ഉണ്ടാക്കാൻ മീൻകറിയാണ്. കണ്ടിട്ട് നല്ല രസമുണ്ട്, പക്ഷേ എരി കുറച്ച് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. ഇല്ല എരി കറക്റ്റാ. അപ്പം എരിച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കട്ടൻ ചായ കിച്ചുവിൻ്റെ വക, കട്ടൻ കാപ്പി. അപ്പം ഞങ്ങൾ എന്തായാലും കഴിക്കട്ടെ. കഴിച്ചു നീ ഇല്ലേ? ഞങ്ങൾ ബാബ കല്യാൺ സിനിമ ആണ് ഉണ്ടായിരിക്കുന്നത്. ബാബ കല്യാൺ കണ്ടോണ്ടിരുന്നത്. ബാബ കല്യാൺ 3 ദിവസമായിട്ട് കാണുന്നു. വേറെ അടിപൊളി. പണ്ട് എനിക്ക് മീൻകറി ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. ഞാൻ മീൻ കഴിക്കത്തേയില്ലായിരുന്നു. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് മൗറീഷ്യസ് വന്നിട്ടാണ് മീൻ കഴിക്കാൻ തുടങ്ങിയത്. ഇപ്പം നാട്ടിൽ പോകുമ്പോൾ കഴിക്കും മീൻ. എന്തേ പിന്നെ ഇവനാണെന്നുണ്ടെങ്കിൽ മീൻകറി ജീവനാ. എന്തിനു കൂടെ മീൻകറി കൊടുത്താലും കഴിക്കുകയും ചെയ്യും. മീൻകറി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുമാതിരി വിഷമം ആൾക്ക്. അതുകൊണ്ട്
ഇടയ്ക്കിടയ്ക്ക് കൂടെ മീൻകറി ഉണ്ടാക്കാറുണ്ട്. അടിപൊളി. വരുമില്ല, കണക്കരുള്ളൂ. ഈ കപ്പയുടെ കൂട്ടത്തില് കട്ടൻ കാപ്പി വേറൊരു ഫീൽ, അതിന് പ്രത്യേക ടേസ്റ്റ് അന്നേരം. എനിക്ക് വന്നിട്ടുണ്ടോ അത്? ഇല്ലേ, എനിക്ക് പക്ഷേ ചൂട് കട്ടൻ കപ്പി ആകുമ്പോഴാണ് ടേസ്റ്റാ. പ്രാണിയോ ലൈറ്റ് ചേർന്ന നമുക്ക് വാങ്ങി കഴിക്കാം കേട്ടോ. എന്റെ കൂടെ ഉണക്കം വെച്ചിട്ടുണ്ടോ ഇതിനകത്ത്? രണ്ടെണ്ണം. ഇത് മീൻമുട്ട കേട്ടോ. ഇത് എന്തിന്റെ കൂടെ വന്നാൽ എനിക്ക് അതിൽ 2-3 മീൻമുട്ട കിട്ടി. ഞാനത് വറുത്തു. ടൂണയുടെ കൂടെ തന്നെ. ടൂണൊക്കെ ഇത്രയും കുഞ്ഞുമുട്ടയാണോ? വലിയ ടൂണല്ലായിരുന്നോ? അറിയില്ല. ഞാൻ ഫുഡൊക്കെ കഴിച്ചു വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് അച്ചാറിട്ട് തീർത്തോട്ടോ. കാരണം അല്ലെന്നാണെങ്കിൽ നാളത്തേക്ക് വെച്ചിട്ടുണ്ട് ചിലപ്പോൾ ലാഗായിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് അച്ചാറും കിട്ടി. ഇപ്പം ഒത്തിരി കളർ തോന്നില്ല. ഞാൻ അധികം മുളക് പൊടി ഇട്ടില്ല. ഞാൻ ഒത്തിരി മുളക് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, കുറേ മുളക് അരിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒത്തിരി മുളക് പൊടി ഇട്ടില്ല. ഭയങ്കര എരിവായി പോയാലോ നോക്കിട്ട്. അപ്പൊ അങ്ങനെ അച്ചാറിന്റെ പണി കഴിഞ്ഞു. ഇപ്പൊ ഇത് എന്തേ പാടുക. ഓക്കെ, അപ്പം കാത്തിരുന്നു കാത്തിരുന്നു കനലെരിഞ്ഞു കനവെരിഞ്ഞു കാലവും കടന്നു പോയി. കഴിഞ്ഞോ? വീണ്ടും കുറെ നേരായി. ഓക്കെ, അപ്പൊ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു. അച്ചാറിട്ട് കഴിഞ്ഞു, എല്ലായിടത്തും ഫ്രിഡ്ജിൽ കയറ്റി. ഇന്നത്തെ കാര്യങ്ങളല്ലേ അപ്പൊ കഴിഞ്ഞ നമ്മൾ കിടക്കാൻ പോവാ. ഇപ്പൊ സമയം 10:30 തോന്നുന്നു. സമയം 10:30. ഇനിയിപ്പൊ കിടക്കാൻ പോവാ. എനിക്ക് നാളെ ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്, അപ്പൊ അതിന് പോണം. ഓ, ഇച്ചിരി നാളെ ഡ്യൂട്ടി ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ടിരിക്കും. ഉറങ്ങി. ശരി, ഓക്കെ. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വ്ലോഗ് കഴിഞ്ഞു. ഇനി നമുക്ക് അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്താണ്. ഇനി ഒരു അടുത്ത വീഡിയോ ഉടനെ ഇടാം എന്ന് വിചാരിക്കുന്നു, അല്ലേ? അപ്പൊ ഇത്രേ ഉള്ളൂ. ബൈ. വ്ലോഗ് ആയിരിക്കും. ഇവൾ വ്ലോഗ് എടുക്കാൻ പോരാ അല്ലേ ഗൈസ്? ഞാനല്ലേ ഉള്ളേ. സൂപ്പർ. ഓക്കെ, അപ്പൊ ബൈ. ബൈ ബൈ.